ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കബാബ് റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റിയായ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് കബാബ് ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഞാനിതാ കുറച്ചൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഞാനിവിടെ എല്ലില്ലാത്ത ഒരു 5-6 കഷ്ണം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ മസാലക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കൻ ഇനി വെന്ത് കിട്ടണം. അതിന് ഞാൻ 10 മിനിറ്റ് നേരം തീ ചെറുതാക്കിയിട്ട് മൂടി വയ്ക്കുകയാണ്. 10 മിനിറ്റ് ശേഷം ഞാനിതാ മൂടി തുറന്നപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 2 കപ്പ് ക്യാബേജ് പൊടിയായി അരിഞ്ഞതും 1 കപ്പ് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മസാലയിലേക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ മസാലയിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത ഉപ്പ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ക്യാബേജും ക്യാരറ്റും ഞാൻ വേവിക്കാതെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടി ഞാൻ 2-3 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് ശേഷം ഞാൻ തുറക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ മസാലയൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് ചട്ടിയുടെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് 4 സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ മൈദയുടെ മുകളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണയും മൈദയും കൂടി നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ മൈദയുടെ കൂട്ടിലേക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മൈദയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുന്ന സംഭവം നമുക്കൊരു വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. മൈദയുടെ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇനി ഇത് ആ മൈദയുടെ കൂട്ട് ഞാൻ ചിക്കൻ്റെ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കബാബിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് വിതറിയിട്ട് മൂടി വെക്കാം. ഇനി നമ്മുടെ കബാബ് കോട്ടിങ് ചെയ്യാനുള്ള മുട്ട റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ കബാബ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം കയ്യിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം കുറച്ച് മസാല എടുത്തിട്ട് ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം. എല്ലാ മസാലയും കൈകൊണ്ട് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ഉണ്ടാക്കിയ ശേഷം ഇതാ മുട്ടയിൽ മുക്കി കോട്ടിങ് ചെയ്യാൻ പോവാണ്. എണ്ണ നേരത്തെ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ.